സമാനതകളില്ലാത്ത ദുരിതങ്ങളാണ് ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ ഹാജിമാർ നേരിട്ടത്. സർക്കാർ കോട്ടയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ 162ഓളം തീർത്ഥാടകരാണ് താമസ സൗകര്യവും വാഹനവും ലഭിക്കാതെ ദുരിതത്തിലായത്. ജൂൺ 7-8 തീയതികളിൽ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ച ഇവർക്ക് മക്കയിലും മിനയിലും അറഫയിലും വാഹനവും താമസ സൗകര്യവും ഒരുക്കുന്നതിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ചയാണുണ്ടായത്. തങ്ങൾ നേരിട്ട ദുരിതങ്ങൾ ന്യൂസ് ഗ്രൂപ്പിനൊപ്പം പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ PKP മുസ്തഫ. താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ 284 മക്തബിൻ നിശ്ചയിക്കപ്പെട്ട ആൾക്കാർ വന്നിട്ട് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി കാർഡും നമുക്കൊരു ഐഡന്റിറ്റി റിങ്ങും ഉണ്ടാവും, അത് നൽകുകയും നമ്മൾ അതാത് റൂമിലേക്ക് അലോട്ട് ചെയ്യുകയും ചെയ്തു. അലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലഭ്യമാവേണ്ട നുസുക്ക് കാർഡ് എന്നൊരു കാർഡുണ്ട്. ആ നുസുക്ക് കാർഡ് ലഭ്യമായാൽ മാത്രമേ നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ പറ്റുള്ളൂ. നുസുക്ക് കാർഡ് ലഭ്യമാവാത്തതിന് പേരിൽ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ മക്തബ് മാറിയിട്ടാണ് നമുക്ക് താമസം ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതേ അവസ്ഥ വേറെ നമ്മുടെ കൂടെ തന്നെ വന്ന ബസ്സിലുള്ള ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്, ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മക്തബ് തെറ്റിയാണ് വന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ അവരുടെ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നത് അവർക്ക് നിഷേധിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ അതേ ബാച്ചിൽ തന്നെ വന്ന ചില ബസ്സിലുള്ള ഹാജിമാർക്ക് മക്തബ് ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നതും അതേപോലെ നുസുക്ക് കാർഡ് കൊടുക്കുന്നതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വളരെയധികം സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം കുറച്ചു പേർക്ക് നുസുക്ക് കാർഡ് ലഭ്യമാക്കി. അവർ ആ നുസുക്ക് കാർഡിൽ നമ്മുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന 284 മക്തബ് എന്നും താമസം 573 നമ്പർ റൂം എന്നുമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ മിനയിലേക്ക് പോകേണ്ട സമയം, അതായത് ദുൽഹജ്ജ് 7 എന്ന് പറയും. ദുൽഹജ്ജ് 7-നാണ് നമ്മുടെ ഇത് ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് 7-ന് രാത്രി മിനയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയും മിനയിൽ യാതൊരു പ്രയാസം കൂടാതെ എല്ലാ മക്തബുള്ള ആൾക്കാരും എത്തുകയും ചെയ്തു. മിനയിൽ എത്തിയതിനു ശേഷം നമുക്ക് അനുവദിച്ച തമ്പ് 10, 11 എന്ന നമ്പറുള്ള തമ്പായിരുന്നു. ഈ 10ലേക്ക് ഞങ്ങൾ പോകുമ്പോൾ തന്നെ പ്രവേശിക്കുന്നു തന്നെ അത് ഫുള്ളായി, എല്ലാവർക്കും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ 11ാം നമ്പർ തമ്പിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് അപ്പം 160 മക്തബിന്റെ ആളെ സംബന്ധിച്ച് ഇത് നമുക്ക് ലഭ്യമായിട്ടില്ല. ഞങ്ങൾക്ക് കാശ്മീർ, ഹൈദരാബാദ് എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റ് സംവിധാനം ഒരുക്കാൻ പാടുള്ളൂ, അതിനുള്ള പൈസ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കേരളത്തിലുള്ള ആരും ഞങ്ങളുടെ ഈ മക്തബിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കി. അങ്ങനെ ഇത് ആവർത്തിച്ചു കൊണ്ടുവന്നു. അവരെ ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ അവരവിടെ തള്ളി മാറ്റും. 254 ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ അവർ തള്ളി മാറ്റും. അവസാനം നമ്മളൊരു ബസ്സിൽ ചാടി കയറി, എല്ലാവരും കൂടി നമ്മളെ കൂടെയുള്ള കുറെ ആൾക്കാർ ബസ്സിലേക്ക് ചാടി കയറി. കാരണം അപ്പൊ അങ്ങനെ പറഞ്ഞ് ചില ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പൊ നമ്മൾ പറഞ്ഞ ആരും ഇറങ്ങിപ്പോണ്ട, ഒന്നുകിൽ പോലീസ് വന്നിട്ട് ഇതിനൊരു തീരുമാനമാവണം, അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണല്ലോ, നമ്മളെ അവിടെ എത്തിച്ച ആൾക്കാരുണ്ടാവണല്ലോ, അവർ വന്നിട്ട് ഒരു തീരുമാനത്തിന് ശേഷം നമുക്ക് ചെയ്യാം. നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. അങ്ങനെ ബസ്സിൽ തന്നെ ഇരുന്ന് കുറെ സമയം റെസ്റ്റ് ചെയ്തതിനു ശേഷം അതിലൊരു ഈ മക്തബിന്റെ ഒരു വ്യക്തി വന്നിട്ട് എന്നാൽ പിന്നെ നിങ്ങളെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവിടാൻ തയ്യാറായി. പക്ഷെ നമ്മളെ കൂടെ വന്ന പലർക്കും ഈ സൗകര്യം ലഭ്യമാവില്ല. നമ്മളെ റെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് ലഭ്യമായി. ചില സ്ത്രീകൾ, ഒരു സ്ത്രീ ടെൻഷൻ കൊണ്ട് അവർ ഒറ്റയ്ക്ക് നടന്ന് അവരെ ഫോണെല്ലാം നഷ്ടപ്പെട്ട് അവസാനം അവരെ നമ്മളെ ഈ പറയപ്പെട്ട ഷാജാൻ എന്നുള്ള അവരും മറ്റുള്ള കൂടുതൽ പോയ അതിന്റെ വോളണ്ടിയർമാരും ചേർന്നിട്ടാണ് അവരെ അറഫയിൽ എത്തിച്ചത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവരെ അറഫയിൽ എത്തിച്ചത്. ഒരു രാവിലെ 6-7 മണിക്കുള്ളിൽ നമ്മൾ നമ്മുടെ ട്രെൻഡിലെത്തിയിട്ടില്ലേ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ അത് പലർക്കും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പലരും തളർന്നു വീണ് കുറെ ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ടെമ്പറയിലെത്തി. ഇത് തിരിച്ച് വീണ്ടും നമ്മൾ തമ്മിലെത്തിയപ്പോൾ നമ്മൾ തമ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പ്രവേശനം നിഷേധിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ആൾക്കാർ പ്രവേശനം നിശ്ചയിച്ചപ്പോൾ കുറെ ആൾക്കാർ റോഡ് സൈഡിൽ അഭയം തേടി, കുറെ ആൾക്കാർ അടുത്ത് തന്നെ ചെറിയ പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ അഭയം തേടി. ഇതിന് പ്രധാന കാരണമായിട്ട് അവിടെയുള്ള മക്തബിന്റെ ആൾക്കാരും അവിടെയുള്ള നമ്മൾ പ്രവാസികളായ ഹാജിമാർ പറയുന്ന പറഞ്ഞാൽ ഈ കോർഡിനേഷൻ ഇല്ലായ്മ. 1, 2 അതാത് പ്രദേശത്ത് ഇപ്പൊ മലയാളികളുടെ പ്രശ്നമാണെങ്കിൽ മലയാളികൾക്ക് മാത്രമായിട്ട് താമസം ഒരുക്കലും, അതേപോലെ തമിഴ്നാട്ടിൽ മാത്രം താമസം ഒരിക്കലും ആ സംഭവങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് വേണ്ട സൗകര്യം ഒരു 800 പേർക്ക് ഒരുക്കി ബാക്കി 200 പേരെ തള്ളിക്കയറ്റാൻ ശ്രമിച്ചു. അതായത് നമുക്കിപ്പോൾ 1000 ആളെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ 1000 ആൾക്ക് സൗകര്യം ഒരുക്കുമല്ലോ. ഒരു 800 ആളെ പൈസ കൊടുക്കും, 200 ആളെ പൈസ കൊടുക്കാണ്ട് ഈ പൈസ എങ്ങനെയാ പോകുന്നത് നമുക്കറിയില്ല. അത് അവിടുന്ന് പ്രവാസികൾ അവിടെ കമ്മീഷൻ ഏജൻസി ഇഷ്ടം പോലെ ഉണ്ട് പോലും ഈ ഇത് സംവിധാനം ഒരുക്കാന്നുള്ള രീതിയിൽ. ആ കമ്മീഷൻ ഏജൻസിമാർക്ക് ഈ പൈസ കൃത്യമായിട്ട് ഇവരുടെ ഈ മക്തബിലേക്ക് അടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഈ ഇടനിലക്കാർ വഴി ഉണ്ടായ പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് പൊതുവെ അനുഭവപ്പെടുന്നത്. അവിടുന്ന് ഈ മക്തബിന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് നിങ്ങളെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം ഒരുക്കുന്ന യാതൊരു പ്രയാസമില്ല, പക്ഷേ
വളരെ കുറച്ച് ആൾക്കാരാണ്, ഒരു 10-5 ആൾക്കാരാണ്, ഓക്കെ നമ്മളത് സഹിക്കാൻ വിചാരിക്കാം. 160-200 ആളും ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് കൊണ്ടാണ് അവര് അവരവിടെ പ്രശ്നം അവർ ഒഴിവായത്. അപ്പൊ അവരെ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും പൈസ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ കംപ്ലൈന്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര ഹജ്ജ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഇമെയിൽ അയച്ചിരുന്നു, പക്ഷെ ആ ഇമെയിൽ ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. കേരള ഹജ്ജ് ഇമെയിൽ ആക്റ്റീവ് ആയിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അവർ കുറെ സബ് ഉണ്ട്, അതിന് ഹജ്ജ് സുവിധ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിലും എല്ലാവരും കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അതിലൊന്നും മറുപടി, നമ്മളോട് ഒരു അന്വേഷണം ഇല്ലാതെ ഈ എൻക്വയറി കോസ്റ്റ് എന്നുകൊണ്ടാണ് അവർ മറുപടി അയച്ചിരുന്നത്. ഒരു അന്വേഷണം പോലും നടത്തിയില്ല, എന്താ സംഭവം എന്നാണ്. ഞാൻ സർക്കാരിന്റെ ഒരു നേതാവ്, ഒരു ഉന്നത അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചോ, നമ്മളിത് അറിയുന്നില്ല. അവിടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും പ്രധാന കാരണങ്ങൾ. ഒന്ന്, നേരത്തെ പിന്നെ ഇവരെ സൂചിപ്പിച്ച പോലെ അതിന് ഉത്തരവാദപ്പെട്ട ഹെഡ് ഇല്ല, പിന്നെ എല്ലാം കീഴിലുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്തത്. ഇതില് പോകുന്നത് ഇടനിലക്കാരാണ് പ്രധാനം. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവുക. അത് ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെയോ അതിന് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവണം. എങ്ങനെയാണ് പൈസ പോകുന്നത്, അത് സൗകര്യം 100 ആൾക്ക് 6 ആൾക്ക് വേണ്ട ഒരു 6 ആൾക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ടോ, ആ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണോ എന്ന് മുൻകൂട്ടി ചെക്ക് ചെയ്യാൻ പറ്റിയതല്ലോ. പണ്ടത്തെ പോലെയല്ല, പണ്ട് സൗകര്യം ഒരുക്കി അങ്ങനെ പോകല. ഇന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ 1000 ആളെ സൗകര്യം 1000 ആൾക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഹാജിമാരെ കൊണ്ടുപോയാൽ മതിയല്ലോ. 1000 ആളെ സൗകര്യം ഇല്ലാണ്ട് 800 ആളെ സൗകര്യത്തിന് 1000 ആളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പൊ ആ കൃത്യമായ സൗകര്യം ഈ ഏജൻസി ആരാ ഏൽപ്പിക്കുന്ന ഏജൻസി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യതയാണല്ലോ. നമ്മളവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവർ വന്നിട്ട് ഒന്നും ചെയ്തില്ല. കേരളത്തിൽ പിന്നെ ഹജ്ജ് മന്ത്രി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്, അതേപോലെ കേന്ദ്രത്തില് പ്രധാനമന്ത്രി ഒഴികെയുള്ള എല്ലാ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നത് എന്നതിനനുസരിച്ച് ഓക്കെ പരിഹരിക്കും. ഭാവിയിൽ പ്രശ്നങ്ങളില്ലാതെ ശ്രമിക്കും. നമുക്കൊരു മറുപടി കിട്ടിയാൽ തന്നെ നമ്മൾ തൃപ്തിയായിരിക്കും. ഇനി അല്ല, ഇത് മറുപടി ഒന്നും കിട്ടുന്നില്ല, നമ്മൾ ഇതുവരെ കൊടുത്തതിന് ഒരു മറുപടി കിട്ടില്ല, സൗദി മാത്രമാണ് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞ കുറച്ച് സമയം എടുക്കും. അവർ കാണുന്ന ഇപ്പൊ തന്നെ അവിടെയുള്ള മറ്റുള്ള, അതായത് ഹജ്ജിനോട് ശേഷമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കംപ്ലൈന്റ് എടുക്കുള്ളൂ എന്നുകൊണ്ടാണ് നമുക്കൊരു കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കൊടുത്ത ഒരു ഏജൻസിയും കംപ്ലൈന്റ് റിസീവ്ഡ് ഇതുപോലെ ഇതും റെസിപ്റ്റ് പോലും തന്നിട്ടില്ല. മാത്രമല്ല നമ്മൾ പൈസ എവിടെ പോയി എന്നുള്ള കൃത്യകാര്യം നമുക്ക് കിട്ടണമല്ലോ. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ പൈസ എവിടെ പോയി എന്നുള്ളത് ഗവൺമെന്റ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ ഇത് ഇന്ന വഴി പൈസ ഇതായിട്ട് പോയിട്ടുണ്ട്, ലാപ്സായിട്ട് പോയിട്ടുണ്ട് എന്നെങ്കിൽ അത് റിക്കവർ ചെയ്യണം. അങ്ങനെ റിക്കവർ ചെയ്ത പൈസ നമുക്ക് കിട്ടുന്ന പൈസ അല്ല, നമ്മുടെ പൈസ തന്നെയാണുള്ളത്. തരണം, നഷ്ടപരിഹാരം തരണം.